Hello guys, what's up gamers? Welcome back to our Indian Bike Training 3D. Guys, ഞാനാണ് ഫ്രാങ്ക്ലിൻ. ഞാൻ GTA 5 ഫ്രാങ്ക്ലിന്. എൻ്റെ അനിയൻ ഫ്രാങ്ക്ലിൻ ഈ ഇന്ത്യൻ ബൈക്ക് സിറ്റിയിലാണ്. അന്നേരം ഇവിടെ വന്നപ്പോൾ മൊത്തം സോംബീസ്. അവനെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറയുവാണേ അവൻ എൻ്റെ നാട്ടിലേക്ക് പോയി. അവൻ പറഞ്ഞ് ഇവിടുത്തെ എയർപോർട്ടിൽ ഇവിടെ കയറിയിരിക്കാം ഗീസ്. നമുക്ക് ഇവിടുത്തെ എയർപോർട്ടിൽ ഒരു പ്ലെയിൻ കിടപ്പുണ്ട്, അതും എടുത്ത് നീ പെട്ടെന്ന് അങ്ങോട്ട് വരാനെന്ന്. എവിടെ നിന്ന് ഇവിടുത്തെ എയർപോർട്ട് പോയിട്ട് എയർക്രാഫ്റ്റ് ഏതാണെന്ന് പോലും എനിക്കറിഞ്ഞൂടല്ലേ. അത് ഈ നാട്ടിൽ, എൻ്റെ നാട്ടിലെ എയർപോർട്ടൊക്കെ എനിക്കറിയാം, നല്ല അടിപൊളി വിശാല എയർപോർട്ട്. അന്നേരം അവൻ്റെ വീട്ടിൽ അപ്പം പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഒരു കുതിരയുണ്ട്, അതിനെ എടുത്തുകൊണ്ട് അങ്ങ് വരാനെന്ന്. അവൻ പ്ലെയിനും എടുത്ത് വണ്ടി എടുത്തോണ്ടാണ് പോയത്. അവൻ്റെ കുതിര കൊള്ളാല്ലേ, സ്റ്റണ്ടൊക്കെ ചെയ്യും. അപ്പോൾ സ്റ്റണ്ടല്ല, എങ്ങനെ എയർക്രാഫ്റ്റ് അല്ലല്ലേ എയർപോർട്ട് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നോക്കും മൊത്തം സോംബി. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബാഗ് കണ്ട ബാക്കിൽ അതിനകത്ത് ഞാൻ തോക്ക് കൊണ്ടാണ് വന്നത്. എൻ്റെ നാട്ടിൽ ഒത്തിരിമാരുണ്ട് എൻ്റെ തോക്കടിച്ച് മാറ്റാൻ പറഞ്ഞു. ഞാൻ സ്നൈപ്പർ എടുത്തൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അത് എൻ്റെ നാട്ടിലെ സോംബിയെ കണക്കല്ല. എൻ്റെ GTA 5 അവരുടെ ദേഹത്തെ ചോരയാണ്, പക്ഷേ ഇത് അങ്ങനല്ല, രൂപയെ മാറിക്കളയും. ഇതിന് കാരണം അവൻ പറയുന്നത് ഒരു സയൻറ്റിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു ബോട്ടിൽ കണക്കൊരു സാധനം വീണ്, അങ്ങനെ ആ സാധനത്തിൽ നിന്ന് ഒരു പുക കണക്ക് വന്ന് അങ്ങനെ അത് ആൾക്കാരെ തട്ടിയപ്പോഴാണ് അങ്ങനെ ആയത്. എന്തോ ചെയ്യാനാ, ഞാൻ ഇവിടെ ഒന്ന് വെട്ടുമ്പോൾ ഇവിടുത്തെ എയർക്രാഫ്റ്റ് കണ്ടുപിടിക്കണം, അല്ല എയർപോർട്ട് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാൻ പേടിച്ചിട്ട് വായിൽ എയർപോർട്ടൊന്നും പോലും വരുന്നില്ല, അത്രയ്ക്ക് പാടാണ് വരും. ഞാനേ സ്നൈപ്പർ കൊണ്ട് കൊല്ലാൻ പറ്റുന്നവന്മാരെയാണ് കൊല്ലുക, പിന്നെ അല്ല മണ്ടന്മാർ സൗണ്ട് കേട്ടിട്ടില്ല. ഇവിടുത്തെ സോംബിക്ക് ഒരു ഗുണമുണ്ട്, സൗണ്ട് കേൾക്കത്തില്ലെന്ന് തോന്നുന്നു. എൻ്റെ അടുത്തായിട്ട് ഇവിടെ ഒരു സോംബി കിടന്നു, എന്നെ കണ്ടില്ല പക്ഷെ കറങ്ങുന്നുണ്ട്. ആ പരതുന്ന സോംബിയാണെന്ന് വെടിവെച്ച് കൊല്ലും. പരതൂ ഇനി ഇവനെ ചാവട. അല്ലോ ഇതെന്തോ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന, കണ്ടില്ലെന്ന് തോന്നുന്നു. അത് നന്നായി. ഇതെന്തോ ഡാൻസ് കളിക്കുന്നതെന്ന് അവനെ കൊള്ളു. സുഖം സമാധാനം. ഞാനവനെ കുതിരയെ ആകെപ്പാട് ആ കുതിരയുള്ളൂ. അവൻ കള്ളൻ. ഡിഫൻഡർ ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടിയും കൊണ്ട്. ഡിഫൻഡറിൻ്റെ കാര്യം അറിയാല്ലേ നിങ്ങൾക്ക്, വില കൂടി ഒരു ലക്ഷറി വണ്ടിയാണെങ്കിലേ ഒരു കാര്യമുണ്ട്, അതിനകത്ത് അവൻ്റെ വീട്ടിൽ ഒട്ടും വിലയില്ലാത്ത ആ വണ്ടികളാണ്. ആ വണ്ടിക്കാണെങ്കിൽ കപ്പാസിറ്റി ഇല്ല, അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. ഞാൻ നേരെ അവൻ്റെ കുതിരയൊന്നും എടുത്തു. പാവം പിടിച്ചു. അവനാണെങ്കിൽ കുതിരയെ കൊണ്ടുപോയില്ല, പട്ടിയെ കൊണ്ടുപോയാണ്ട്. പാവം കുതിര അവിടെ കിടന്നു. പിന്നെ എനിക്ക് പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കുതിരയെ അങ്ങോട്ട് ഇണക്കിയും ചെയ്ത് 2 ക്യാരറ്റ് കൊണ്ടുവന്നത്. അതിനകത്തുനിന്ന് 2 ക്യാരറ്റ് ഞാൻ കൊടുത്തു. എനിക്ക് ഞാനായിട്ട് ഒത്തിരി സാധനങ്ങളുണ്ട്. ചാവാത്ത എന്തൊരു സോംബി എന്തുവാടാ എന്നെ നോക്കി കോസ്റ്റ് കാണിക്കുന്നത്? ആഹാ അത്രയ്ക്ക് നിനക്ക് കോസ്റ്റ് കാണിക്കാം. ഈ കോസ്റ്റ് കാണിക്കുന്ന സോംബികളെ എനിക്കിഷ്ടമല്ല. ആ സോംബിയാണ് എന്നെ കോസ്റ്റ് കാണിച്ചത്. അവിടെ 3 അവന്മാരെ ഇപ്പോൾ കൊണ്ട് ചാവിച്ച സത്തില്ല. എൻ്റെ RPG ഇടാം. ഇവരെ നാട്ടിലെ സോംബി സൗണ്ട് കേൾക്കാത്ത സോംബിയാണെന്ന് തോന്നുന്നത്. ഇവൻ കണ്ടാടാ എന്നെ, ഒരു ഡൗട്ടില്ലാതില്ല. ഉന്നം പറ്റിപ്പോയി. പലചരക്ക് കട പോലെ നമുക്കിനിയിപ്പോൾ സോംബിയെ കൊല്ലാൻ നിൽക്കണ്ട, സമയം പോവും. എയർക്രാഫ്റ്റ് കണ്ടുപിടിക്കാം. എയർക്രാഫ്റ്റ് അല്ല എയർപോർട്ട്. പേടിച്ചിട്ട് വായിൽ എയർപോർട്ടൊന്നും പോയിട്ട് ഹെയറൊന്നും പോലും നല്ലോണം വരുന്നില്ല. എയർക്രാഫ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. പേടിച്ചിട്ട് വായിൽ എയർപോർട്ടൊന്നും പോലും നല്ലോണം വരുന്നില്ല. റാമ്പി കയറി അങ്ങോട്ട് ചാടാന്ന് വെച്ചാൽ നടക്കുന്നുമില്ല.
നെറ്റ് കെട്ടിയേക്കുന്നല്ലേ, അത് എയർപോർട്ടിൻ്റെ ലുക്കും. അവിടെ പ്ലെയിൻ കിടക്കുന്നു. ഞാൻ അതിൻ്റെ മുന്നിൽ ഇത്ര നേരം നിന്നിട്ടാണ് കണ്ണ് കാണാതെ ഇന്ന്. എന്നാൽ ഇപ്പം തന്നെ പോവാം. കുതിര ഓടാൻ ജീവനം കൊണ്ട് പോവാം. അവൻ പറഞ്ഞ് ഈ കുതിരയെ സോംബി അടിച്ചിട്ടുണ്ടെന്ന്. എന്നെ കടിക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് ഇതിനെ കൊണ്ട് അവിടെ ഇട്ടിട്ടെന്ന് പോകാൻ പോവാം. ഇതാ വരുന്നത് സോംബി. ഓ, ജീവനം കൊണ്ട് പോവാം. ഇവിടെ ഒരു മഞ്ഞ പ്ലെയിൻ ഇട്ടിട്ടുണ്ടെന്നാണ് അവൻ പറയുന്നത്. അതും കൂടി ഉള്ളു. ഈ വലിയ പ്ലെയിൻ ഓട്ടിക്കാനുള്ള ആൾക്കാരൊന്നും വന്നിട്ടില്ല. മഞ്ഞ പ്ലെയിൻ കാണുന്നില്ല. പെട്ടാ ഞാൻ ചാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഓ ഓ, ഇപ്പം അതിൻ്റെ ഫാനിൽ ഇരുന്നാണ്. എയർപോർട്ടിൽ നെറ്റ് ഉണ്ടായതുകൊണ്ട് സേഫാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ എയർപോർട്ടിന് ഒരു ഗാർഡും ഇല്ല, ഒന്നുമില്ല. ഒരു ഊള എയർപോർട്ട് തന്നെ. സോംബീസ് ഇതാ എൻ്റെ പുറകെ വന്നിട്ടുണ്ട് ഒത്തിരിമാർ. അയ്യോ, ഇവിടെ പ്ലെയിൻ ഇല്ല, ഞാൻ പെട്ടു. ചാങ്കോ, എയർപോർട്ടിൻ്റെ അത് താരേന്നൂരെ എങ്ങനെ ചെയ്യുന്നു? അയാൾ വാസ്കോ ഉണ്ണിക്കുട്ടൻ. നമ്മളെ കുതിരയ്ക്ക് ഇച്ചിരി പവറുള്ള കുതിരയാണ്. ഓഹാ, നമ്മൾ പ്ലെയിൻ അങ്ങ്, അയ്യോ ആ പ്ലെയിൻ അങ്ങ് ഓട്ടിച്ചു വിട്ട് കൊടുത്തു. കുതിരയുടെ ചവിട്ട് നിങ്ങൾക്കറിയാലേ, നല്ല സുഖമുള്ള ചവിട്ട്. ഒരു ചവിട്ട് കിട്ടിയാൽ തത്ത്. അന്നേരം ഒരു പ്ലെയിനിനെ ഇടിച്ചാൽ എങ്ങനെയായിരിക്കും? ഓടാത്ത പ്ലെയിൻ ഓടും, പൈലറ്റില്ലാത്ത പ്ലെയിനേ തന്നെ പോവും. ഓടാ സോംബികളായ ഞാൻ നിനക്കൊന്നും വിട്ട് തരത്തില്ല. ഇത് തട്ടിയിട്ട് അവന്മാരുടെ മണ്ടയ്ക്ക് തട്ടിയിടാനാണ് ഞാൻ നോക്കുന്നത്. എവിടുന്ന്? അല്ലെങ്കിൽ ഇത് അതിൻ്റെ കമ്പ് താഴുമ്പോൾ ആ കമ്പി കയറി അങ്ങ്. ഇത് നല്ല വെയിറ്റുള്ള പ്ലെയിന്. അതിൻ്റെ മുകളിൽ കയറാൻ. ആ പ്ലെയിൻ അവിടെ തെറിച്ച്. ഓക്കെ, നോക്കണമെങ്കിൽ ഓടിയങ്ങ് പോവാം. എയർപോർട്ട് മൊത്തം തപ്പണം. ഒരു ഹെലികോപ്റ്ററെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാൻ. ഈ സോംബീസ് പുറകെ ഉണ്ടാകണ്ട. ഇല്ലെങ്കിൽ ഇവന്മാരല്ലേ ഉള്ളു എൻ്റെ പുറകെ, വേറെ സോംബീസൊന്നും ഇല്ല. ഇപ്പോൾ അവന്മാർ കാണുന്നില്ല. അവന്മാർ വന്നുകൊണ്ടിരിക്കുമായിരിക്കും. എന്താ പൊന്നോ ആറ്റാ സാധനം. ഇത് നല്ല വെയിറ്റുള്ള പ്ലെയിൻ. അതിലെ ട്രെയിനിങ്ങിനുള്ള പ്ലെയിനാണെന്ന് തോന്നുന്നു. ട്രെയിനിങ്ങിനൊക്കെ വെയിറ്റില്ല, കുറഞ്ഞ പ്ലെയിനാണ്. അതുകൊണ്ട് കുതിരയുടെ ചവിട്ടിനൊക്കെ താങ്ങുന്നു. നല്ലോണം പോകും. ഗീസ് എൻ്റെ കയ്യിലുള്ള മാജിക് ഫോണാണ്. ഇതിനകത്ത് ഞാനൊരു 8000 അടിച്ച് നോക്കാം, എന്തെങ്കിലും നടക്കുമെന്നുണ്ട്. എന്തോ ഹെലികോപ്റ്റർ ഇതിപ്പോൾ എവിടെ നിന്ന് ഉള്ള ഗൈസ്? കുതിര സോംബിയായി. ഭാഗ്യത്തിന് ഞാൻ മനുഷ്യനാണ് മനസ്സിലായിരുന്നു. ഞാനിത് കൊടുത്ത് ഈ നാട് വിടുന്നു. കിട്ടിയത് കിട്ടി. ഞാൻ തന്നെ ഇപ്പഴാ മനസ്സിലാവുന്നു. ഇതിനകത്ത് മാജിക് ഫോണാണെങ്കിലും ഇതിനകത്ത് ഹെലികോപ്റ്ററൊക്കെ അടിക്കാൻ പറ്റുമെന്ന്. പെട്ടെന്ന് പോട്ട്. ഒരു നിമിഷം ഞാൻ വിചാരിച്ചു ചത്തെന്ന്. അവനൊരു മുന്നറിയിപ്പ് തരണ്ടായിരുന്നു. എന്നാ ഞാൻ എൻ്റെ നാട്ടിൽ വന്നേനെ. ഇവൻ കാണാൻ ഇപ്പം ഞാൻ കുടുങ്ങിയും പോയി. എന്തായാലും ഞാൻ ഈ ഹെലികോപ്റ്റർ വെക്കുകയാണ്. എന്തോ ഭാഗ്യത്തിനാണ് ഇത് കിട്ടിയത്. ഇല്ലെങ്കിൽ ഇപ്പം കാണാൻ സോംബിയുടെ കടിയും കൊണ്ട് അവിടെ ടൂടൂടൂടൂടൂടൂന്ന് പറഞ്ഞ് നടക്കേണ്ടി വന്നേനെ. ചില സോംബികളെ കടിച്ചാൽ മരിക്കും, അത്രേ ഉള്ളൂ. നമ്മളെ കടിച്ചാൽ നമ്മളങ്ങനെ കടിക്കത്തില്ലല്ലോ. ഇച്ചിരി നല്ല ദൂരമുണ്ട് യാത്ര. GTA 5 ഇന്ത്യൻ ബൈക്കിലോട്ട് വരെ ഇച്ചിരി അതൊക്കെ ദൂരം. ഇവിടെ ഒരു തണലൊക്കെ ഉണ്ടല്ലേ, കൊള്ളാം. ട്രെയിനിൻ്റെ തണലാത്. എൻ്റെ നാട് പിന്നെ അടിപൊളി തണലൊക്കെ. ഇത് വേറെ കുഞ്ഞു തണൽ. ഇടിക്കല്ലേ, ഇടിച്ചാൽ ഇങ്ങനെ ചാവേണ്ടി വരുന്നേ. പോലും പോയി ഇടിക്കല്. ഇതോ ഭാഗ്യത്തിന് ഇടിച്ചില്ല. എന്തായാലും ഇച്ചിരി ഉയരത്തിൽ പറക്കുന്നുണ്ട്. ഇത്ര ഉയരത്തിൽ പറക്കത്തോളം നോക്കണമല്ലേ. ഇത്ര ഉയരത്തിൽ പറക്കത്തോളം ഹെലികോപ്റ്റർ.
ആ കടൽ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ നാടായി ഗൈസ്. അതായത് ഞാൻ രക്ഷപ്പെടുവാണ്. ഈ ഒരു ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യും. നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് 1000 ലൈക്കാണ്. നിങ്ങളത് ചെയ്യും. ഓക്കെ ശരി ഗൈസ്. ടാറ്റാ 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 ടാറ്റാ.